തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായി മലയാലപ്പുഴയിൽ ഭക്തർ സമർപ്പിക്കുന്ന പൂജാ സാധനങ്ങൾ മറച്ചു വിൽക്കുന്നതായി കണ്ടെത്തൽ. ജീവനക്കാരുടെ ഒത്താശയുടെ ഇവ പൂജാ സ്റ്റോറുകളിൽ തന്നെയാണ് മടങ്ങിയെത്തുന്നത്. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകി 4 മാസം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ശബരിമല സ്വർണ്ണക്കവർച്ച പുറത്തു വന്നതിന് പിന്നാലെയാണ് മലയാലപ്പുഴ ക്ഷേത്രത്തിലെ തട്ടിപ്പ് കൂടി വ്യക്തമാകുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് പൂജാ സാധനങ്ങൾ മോഷ്ടിക്കപ്പെട്ടത്. ദേവസ്വം മുൻ ജീവനക്കാർ ചിലർ ബിനാമി പേരുകളിൽ നടത്തുന്ന സ്ഥാപനങ്ങളിലേക്കാണ് സാധനങ്ങൾ എത്തിച്ചേർന്നത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടവഴി പൂജാദ്രവ്യങ്ങൾ ചാക്കിൽ കെട്ടി കടത്തുന്നതായി CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഭക്തർ സമർപ്പിച്ച വിളക്കുകൾ, പട്ട്, എണ്ണ, സാമ്പ്രാണി എന്നിവയാണ് മോഷ്ടിക്കപ്പെട്ടത്. സാധനങ്ങൾ ചാക്കിൽ കെട്ടി കടത്തിയത് പൂജാ സ്റ്റോറിലെ ജീവനക്കാരൻ രഞ്ജിത്താണ്. ഇയാളെ പ്രതിയാക്കി മലയാലപ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോലിയിലില്ലാതിരുന്ന സമയത്ത് പുലർച്ചെ 5:30 മോഷണം. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ മെയ് 31 വിജിലൻസ് പരിശോധന. വഴിപാടായി ലഭിക്കുന്നതും പൂജയ്ക്ക് ഉപയോഗിച്ച് മിച്ചം വരുന്നതുമായ സാധനങ്ങൾ തരംതിരിച്ച് ജീവനക്കാർ തന്നെ സ്റ്റോർ റൂമിലേക്ക് മാറ്റണം എന്നതാണ് വ്യവസ്ഥ. ഉഷപൂജയ്ക്കും അത്താഴപൂജയ്ക്കും മധ്യേയുള്ള സമയമാണ് ഇതിനായി ഉപയോഗിക്കേണ്ടതും. പൂജാ സ്റ്റാൾ ലേലത്തിലെടുത്ത കുഞ്ഞുമോൻ സെക്യൂരിറ്റി തുക അടച്ചിട്ടില്ലെന്നും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. പണം കിട്ടിയതായി രജിസ്റ്ററിൽ രേഖപ്പെടുത്തലുണ്ട്. എന്നാൽ തുക വന്നതായി ബാങ്ക് രേഖകളിലില്ല. ലേലം നടത്തിയ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ഗുരുതര വീഴ്ച നടത്തി. നഷ്ടപ്പെട്ട തുക ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറിൽ നിന്നും ഈടാക്കാൻ ശുപാർശ ചെയ്യുന്നത് കൂടിയായ റിപ്പോർട്ട് ആഗസ്റ്റ് 4 സമർപ്പിക്കപ്പെട്ടത്. അതേസമയം വിജിലൻസ് ശുപാർശയിന്മേൽ ദേവസ്വം ബോർഡ് വൈകാതെ തീരുമാനമെടുക്കുമെന്നാണ് കരുതുന്നതെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിശദീകരിച്ചു. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.